ഈ വ്യാജ പ്രചരണങ്ങൾക്ക് തക്ക ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറയുകയാണ്, അയ്യപ്പൻ കൊടുക്കും, പിന്നെ അവിടുത്തെ ഭദ്രകാളി കൊടുക്കും. ഇവിടെ മുല്ലൂർ അമ്പലത്തിൽ ഭദ്രകാളിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. തിരുവനന്തപുരം ആനേറ മുല്ലൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ വാദങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്ത വിഷ്ണു പോറ്റിയുടെ ഭാര്യ കടകംപള്ളിക്കെതിരെ പരാതിയുമായി രംഗത്ത്. DGPക്കാണ് രേഖാമൂലം പരാതി നൽകിയത്. സംഭവം ജനം TV കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കടകംപള്ളിയുടെ വാദങ്ങൾ ഇതോടുകൂടി പൊളിഞ്ഞു. പരാതിയുടെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ഈ പരാതിയിൽ പറയുന്നത് കൃത്യമായ മാനസിക പീഡനം വിഷ്ണു പോറ്റിക്ക് നേരിടേണ്ടി വന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5-നാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഈ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ മാനസിക പീഡനം അദ്ദേഹം ഏറ്റിരുന്നു എന്ന് തെളിയിക്കുന്ന പലതരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നെങ്കിലും അതെല്ലാം ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരുന്നു തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണമാണ്. കഴിഞ്ഞ മാർച്ച് 22-ന് കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അവിടേക്ക് എത്തുമ്പോൾ ക്ഷേത്രം സന്ദർശിക്കുകയും ക്ഷേത്രത്തിൽ ആ സമയം ഉത്സവം നടക്കുകയായിരുന്നു. ഈ ഉത്സവത്തിനിടെ അദ്ദേഹത്തിന് മേൽശാന്തി തീർത്ഥം നൽകുകയും ചെയ്തു. എന്നാൽ ഈ തീർത്ഥം അദ്ദേഹം ഒഴുക്കിക്കളയുകയായിരുന്നു. ഈ ആചാരലംഘനത്തെ വിഷ്ണു പോറ്റി കൃത്യമായി ചോദ്യം ചെയ്തു. എന്തുകൊണ്ടാണ് വിശ്വാസമില്ലെങ്കിൽ തീർത്ഥം വാങ്ങാതിരുന്നാൽ പോരെ എന്ന കടകംപള്ളിയോട് വിഷ്ണു പോറ്റി ചോദിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ക്ഷുഭിതനായാണ് കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്ര പരിസരം വിട്ടുപോയത്. എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഇത്തരമൊരു സംഭവം അവിടെ ഉണ്ടായത്. ഈ ക്ഷേത്രം ഭാരവാഹികൾ CPM-മായി ബന്ധമുള്ളവരാണ്. കാര്യം ഉത്സവ കമ്മിറ്റിയിൽ കൂടുതൽ പേരും CPM-മായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. ആ പ്രദേശത്തെ കാര്യം പരിശോധിച്ചാലും CPM-മായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഉത്സവ കമ്മിറ്റിയിലും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ ഉണ്ടായിരുന്നത്. അവർ പിന്നീട് ഇങ്ങോട്ട് വിഷ്ണു പോറ്റിയെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. വിഷ്ണു പോറ്റിയുടെ സുഹൃത്തുക്കൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ഇക്കാര്യം നമ്മളോട് വെളിപ്പെടുത്തിയത്. അവരും മേൽശാന്തിമാരാണ്, പൂജാരിമാരാണ്. അവർ തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അവർ എവിടെ വേണമെങ്കിലും ഇക്കാര്യം തുറന്നു പറയാമെന്ന് നമ്മളോട് പറയുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് നമ്മളോട് അവർ പ്രതികരിക്കുകയും ആ പ്രതികരണം നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തത്. അപ്പോൾ മാത്രമാണ് ഇതിന് പിന്നിൽ, ഈ ആത്മഹത്യക്ക് പിന്നിൽ ഇത്തരമൊരു കാരണമുണ്ട് എന്ന കാര്യം പുറം ലോകം അറിഞ്ഞത്.